Dear students, good morning to all. Today we will discuss about Indian Contract Act 1872. In the last class, we will discuss about the business law, nature of business law, etc. നിങ്ങൾക്ക് ബിസിനസ് ലോ എന്താണെന്നും ബിസിനസ് ലോയുടെ നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന 5 നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കി അയക്കാൻ പറഞ്ഞു. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ തയ്യാറാക്കി അയച്ചു. ബാക്കിയുള്ളത് ചെയ്യുക. എന്നിട്ട് ആ വർക്ക് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് കോൺട്രാക്റ്റാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. Every business transaction, the basic on is contract between the parties, that is buyer and seller, അല്ലെങ്കിൽ ഹോൾസെയിലർ അല്ലെങ്കിൽ റീറ്റെയിലർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എക്സെട്ര. ഓൾ ഓഫ് us നമ്മളെല്ലാവരും എൻ്റർ ഇൻ ടു എ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് നോയിങ്ലി ഓർ അൺനോയിങ്ലി. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഒരുപാട് ഇടപാടുകൾ ഏർപ്പെടാറുണ്ട്. ഈച്ച് കോൺട്രാക്ട്സ് ക്രിയേറ്റ് സം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അപ്പോൺ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ബസ്സിൽ കയറുന്നു, ടിക്കറ്റ് എടുത്ത് ഒരു ബസ്സിൽ കയറുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ഥലത്തേക്ക് പോകുന്നതിന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ദർ ഈസ് എ കോൺട്രാക്റ്റ്. ആ ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ആ ബസ് അതോറിറ്റി നമ്മളെ ആ സ്ഥലത്ത് എത്തിക്കുകയും അതുവരെ എത്താനുള്ള പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യുക. നമ്മളൊരു കടയിൽ കയറി ചായ കുടിക്കുന്നു, ഇറ്റ്സ് എ കോൺട്രാക്റ്റ്. ചായ കുടിക്കുക, നമുക്ക് കോൺട്രാക്റ്റ് നമ്മൾ ഒന്നും എഴുതി തയ്യാറാക്കുന്നില്ല, കോൺട്രാക്റ്റ് എഴുതി തയ്യാറാക്കുന്നതുകൊണ്ട് എഴുതി തയ്യാറാക്കുന്നതുണ്ട്. അതാണ് കോൺട്രാക്ട് മേ ബി ഓറൽ ഓർ റിട്ടൺ ആകാം, എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് ആകാം. അതൊക്കെ നമുക്ക് ഫർദർ ക്ലാസ്സുകളിൽ പഠിക്കാൻ പറ്റും. അപ്പം ഒരു കടയിൽ കയറി ചായ കുടിച്ചാൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. എന്താ കോൺട്രാക്റ്റ്? നമ്മൾ ചായ കുടിക്കുമ്പോൾ അയാൾ ചായ തരുന്നു, നമ്മൾ അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കുന്നു. ഇറ്റ്സ് എ കോൺട്രാക്റ്റ്. അപ്പം നമ്മൾ അറിയാതെയും അറിഞ്ഞും ഒരുപാട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാറുണ്ട്. അതായത് ഓരോ കോൺട്രാക്റ്റും ആ ഏർപ്പെടുന്ന വ്യക്തികളിൽ ചില ആൾക്കാർക്ക് റൈറ്റ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡ്യൂട്ടീസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, now we are moving to the basic of Indian Contract Act 1872. The Indian Contract of 1872, it extends to the all of India except the state of Jammu and Kashmir. ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇറ്റ് ഷാൾ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ 1872. സെപ്റ്റംബർ 1, 1872 ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നത്. Okay, the contract act deals with, firstly, with the general principles of law of contract, and secondly some special contract. അതായത് ഇതിനകത്ത് നമ്മൾ ഈ ബിസിനസ് റെഗുലേഷനകത്ത് പഠിക്കുന്നത് 2 തരത്തിലുള്ള കോൺട്രാക്റ്റ് ആക്ട് മാത്രമാണ്. അതിനകത്ത് ജനറൽ പ്രിൻസിപ്പിൾ സെക്ഷൻ 1 മുതൽ 75 വരെ, സെക്ഷൻ 1 മുതൽ 75 വരെയുള്ള ജനറൽ പ്രിൻസിപ്പിൾസും ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റും, അതുപോലെ തന്നെ സെക്ഷൻ 124 മുതൽ 238 വരെ 124 to 238 വരെയുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിനകത്ത് സ്പെഷ്യൽ കോൺട്രാക്റ്റിനകത്ത് നമ്മൾ പഠിക്കും പിന്നീട് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ആക്ടിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ്. സെപ്റ്റംബർ 1, 1872 ഇത് നിലവിൽ വന്നത്. ഇതിനകത്ത് ജനറൽ പ്രിൻസിപ്പിൾസും സ്പെഷ്യൽ റൂൾസും സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുമാണ് നമ്മൾ ഈ സിലബസിൽ നമുക്ക് ബിസിനസ് റെഗുലേഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് കോൺട്രാക്റ്റിൻ്റെ മീനിങ്. ഓക്കെ, എ കോൺട്രാക്റ്റ്, it constitutes the most important branch of business law. Everyone enters a number of contract from sunrise to sunrise. അല്ലേ, നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ നമ്മളെല്ലാവരും പലതരത്തിലുള്ള കോൺട്രാക്റ്റുകൾ അറിഞ്ഞും അറിയാതെയും ഏർപ്പെടാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ നമ്മൾ കോൺട്രാക്റ്റ് എന്നറിയാം. എന്നാൽ നമ്മളൊരു ചായ കുടിക്കാൻ കടയിൽ കയറിയാൽ അതൊരു കോൺട്രാക്റ്റാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബട്ട് ഇറ്റ്സ് എ കോൺട്രാക്ട്. ഇഫ് യു ഡ്രിങ്ക് എ ടീ ഫ്രം എ ഷോപ്പ്, ഇഫ് യു പർച്ചേസ് എ ഗുഡ്സ് ഫ്രം എ ഷോപ്പ്, ടേക്ക് എ സീറ്റ് ഇൻ എ ബസ് എക്സെട്ര, ഇതെല്ലാം കോൺട്രാക്റ്റാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ദർ ഈസ് ഏർപ്പെടുന്ന പാർട്ടീസ് അവിടെ ഒരു പരസ്പരം ഒരു ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാകാറുണ്ട്. നിയമപരമായ ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഉണ്ടാകാറുണ്ട്. എന്നാലും മാത്രമേ അത് കോൺട്രാക്റ്റായി മാറത്തുള്ളൂ. ഓക്കെ, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഫുൾഫിൽ സർട്ടൻ റിക്വയർമെൻറ്റ്സ്. സർ സാൽമണ്ട് എന്നുള്ള ഒരാൾ പറയുന്നുണ്ട്, സെയ്സ് എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റ് എന്നുള്ളതൊരു എഗ്രിമെൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. അത് ഉണ്ടാകുകയും അത് പാർട്ടികൾ തമ്മിൽ ഒരു നിയമപരമായ ഉത്തരവാദിത്തം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു.
ഓക്കെ, അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. നമ്മൾ എന്ത് കോൺട്രാക്ട് എൻ്റർ, ഇപ്പോൾ ഞാനൊരു കാറ് ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാറ് മറ്റൊരാളിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. കാറ് വാങ്ങാൻ ഞാൻ അയാളോട് എഗ്രിമെൻ്റ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് കാറ് തരികയും അയാൾ പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞ പൈസ ഞാൻ കൊടുക്കുകയും വേണം. ഇതാണ് നമ്മുടെ എഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എവറി കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഫുൾഫിൽ സർട്ടൻ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ദസ് ആൻ എഗ്രിമെൻറ്റ് മേഡ് ഇൻ എ പേഴ്സണൽ ബേസിസ് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് ക്രിയേറ്റിംഗ് എ ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, എഗ്രിമെൻറ്റ് ഇൻ ദ നേച്ചർ ഓഫ് പേഴ്സണൽ വിൽ നോട്ട് ബി റിഗാർഡഡ് ആസ് എ കോൺട്രാക്ട്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൽ എപ്പോഴും ലോഫുൾ ആയിരിക്കണം, എന്നാലേ അത് കോൺട്രാക്റ്റായി മാറത്തുള്ളൂ. അപ്പോൾ നിയമപരമായ ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാകണം. അതായത് ഇഫ് എ ഫാദർ പ്രോമിസസ് ഹിസ് സൺ ടു ഗിവ് എ മൊബൈൽ ഫോൺ ആഫ്റ്റർ ഹി ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ് ഇൻ ദ ഡിഗ്രി എക്സാമിനേഷൻ, അല്ലേ? ഡിഗ്രി എക്സാമിനേഷന് ഫസ്റ്റ് ക്ലാസ് മേടിക്കുന്ന കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാമെന്ന് ഫാദർ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു, അവൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ചു. അപ്പോൾ അവൻ അച്ഛനോട് ചോദിച്ചു മൊബൈൽ ഫോൺ. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പഠിച്ച് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെയാകുമ്പോൾ അത്തരം എഗ്രിമെൻറ്റുള്ള പേഴ്സണൽ നേച്ചറാണ്. അല്ലെങ്കിൽ ഞാൻ ഒരാളെ സിനിമയ്ക്ക് വിളിക്കുന്നു, അയാൾ വരാമെന്നേറ്റു, ഞാൻ സിനിമയ്ക്ക് അവിടെ പോയി കാത്തു നിന്ന് അയാൾ വന്നില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് വേണ്ടി ഒരാളെ വിളിക്കുന്നു, അയാൾക്ക് വേണ്ടി ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചു, പക്ഷേ അയാൾ വന്നില്ല. ഇതൊക്കെ പേഴ്സണൽ നേച്ചറാണ്. ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ പർവ്യൂ ഓഫ് എ കോൺട്രാക്ട്. ഇതൊന്നും കോൺട്രാക്റ്റിൻ്റെ പർവ്യൂവിൽ വരുന്ന കാര്യമല്ല. അതൊക്കെ സോഷ്യൽ അറേഞ്ച്മെൻ്റ് എന്നാണ് പറയുന്നത്, സോഷ്യൽ നേച്ചറുള്ളതാണെന്നാണ് അറിയപ്പെടുന്നത്. അല്ലാത്തതൊക്കെയാണ് നമ്മൾ കോൺട്രാക്റ്റിൻ്റെ പർവ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടുള്ള നേച്ചറുള്ള കാര്യങ്ങളൊന്നും, പേഴ്സണൽ നേച്ചറുള്ള എഗ്രിമെൻറ്റുകളൊന്നും കോൺട്രാക്റ്റിൽ വരില്ല. ഓക്കെ, ഇനി ദസ് എ കോൺട്രാക്ട് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കോമ്പീറ്റൻറ്റ് പാർട്ടീസ്. ഒരു കോൺട്രാക്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു കോമ്പീറ്റൻറ്റ് പാർട്ടീസ്, കോമ്പീറ്റൻ്റ് എന്ന് വെച്ചാൽ നിയമപരമായി ഏർപ്പെടാൻ പെടുന്ന, മൈനർ ആകരുത് എന്നാണ് അവിടെ പറയുന്നത്. അതൊക്കെ നമുക്ക് സബ്സിക്വൻ്റ് ക്ലാസ് വിത്ത് സ്വമേധയാൽ തീരുന്നതായിരിക്കണം. അപ്പോൾ ലീഗൽ കൺസിഡറേഷൻ, ഒരു പൈസ ഉണ്ടായിരിക്കണം. പരസ്പരം എന്തെങ്കിലും കിട്ടിയിരിക്കണം. കാർ വാങ്ങുകയാണെങ്കിൽ എനിക്ക് കാർ കിട്ടും, അയാൾക്ക് പൈസ കിട്ടണം. ദിസ് എ ലീഗൽ കൺസിഡറേഷൻ. ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ്, നിയമപരമായിരിക്കണം, നിയമപരമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം. ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്, ഒരു കാര്യം ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാനോ ആയിരിക്കണം. ഇപ്പം ഞാൻ പറയുന്നത് കാറ് വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എന്ന് പറയാനും ആകാം. ഇന്ന കാര്യം ചെയ്യില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാനായിരിക്കും എഗ്രിമെൻറ്റ്. ഓക്കെ, വിച്ച് ഗിവ്സ് റൈസ് ടു ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദ പാർട്ടീസ്. ഇത് പരസ്പരം നിയമപരമായ ഒരു ഉത്തരവാദിത്തം പരസ്പരം രണ്ടുപേരിൽ ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എന്താണ് കോൺട്രാക്ട്? അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം, ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ കാര്യം എന്താണ്, ഞാൻ പെയിൻ്റ് അടിക്കാൻ വീട്ടിൽ വരാം, അപ്പം പെയിൻ്റ് അടിക്കുന്നു, പൈസ മേടിക്കുന്നു, ചെയ്യുന്നു. നേരെ മറിച്ച് രണ്ടാമത്തെ കാര്യം പറയാം, ഞാൻ ഒരു ടെൻഡറിൽ ഏർപ്പെടുന്ന ഒരു കേസാണ് ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കാതിരിക്കാം, പകരം നിങ്ങൾ എനിക്ക് ഇത് തരണം. അപ്പോൾ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ചെയ്യാതിരിക്കുന്നതും ആകാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ കോൺട്രാക്ട്? According to section 2H of the 2H definition corrected പഠിക്കണം. According to section 2H of the Indian Contract Act 1872, contract is an agreement enforceable by law. Okay, agreement enforceable by law is a contract. An agreement enforceable by law, ഒരു എഗ്രിമെൻറ്റ് നിയമപരമായി നടപ്പാക്കാൻ പറ്റുമെങ്കിൽ അതാണ് കോൺട്രാക്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അച്ഛനും മകനും തമ്മിൽ മൊബൈൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അതൊരു എഗ്രിമെൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, ഇനി ഓൺ അനലൈസിങ് ദിസ്, എ കോൺട്രാക്ട് ഇൻക്ലൂഡ് 2 കണ്ടീഷൻസ്. എന്തൊക്കെയാണ് ഒരു കോൺട്രാക്ട് ഉണ്ടാകുന്ന 2 കണ്ടീഷൻ? ഒന്ന് എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റും ഉണ്ടാകണം, ഓക്കെ, എഗ്രിമെൻ്റ് ഉണ്ടാകണം, അതോടൊപ്പം തന്നെ അത് നിയമപരമായി നടപ്പിലാക്കാൻ പറ്റണം. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞ അച്ഛനും മകനും തമ്മിൽ ഉള്ള ഇടപാട്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, ഇവിടെയൊക്കെ എഗ്രിമെൻറ്റ് വരാമെന്നൊക്കെ പറയും, പക്ഷേ അത് എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ എന്നാലത് കോൺട്രാക്റ്റായി മാറത്തുള്ളൂ. എൻഫോഴ്സിബിലിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഇനി നമുക്ക് എന്താണ് എഗ്രിമെൻ്റ് എന്ന് നോക്കാം. ആദ്യം എഗ്രിമെൻ്റ് എന്താണെന്ന് അറിയണ്ടേ? എഗ്രിമെൻറ്റിനെ പറ്റി പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 2E പറയുന്നുണ്ട്, agreement means every promise and every set of promise forming the consideration for each other is an agreement. എല്ലാ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ എല്ലാ വാഗ്ദാനങ്ങളുടെ കൂട്ടവും അവിടെ പരസ്പരം രണ്ടു പേർക്കും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, രണ്ടുപേരും ഒരാൾക്ക് കിട്ടുന്നു, പകരം മറ്റേയാൾക്കും കിട്ടണം, അല്ലേ? അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കിട്ടുന്ന എല്ലാ വാഗ്ദാനങ്ങളെയും നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ thus an agreement include a proposal
ഓർ ഓഫർ ആൻഡ് ഇറ്റ്സ് അക്സെപ്റ്റ്. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രപ്പോസൽ, ഒരാളൊരു ഓഫർ വെക്കണം, മറ്റേ ആളത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എഗ്രിമെൻ്റ് ഇൻക്ലൂഡ്സ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫറും അക്സെപ്റ്റൻസും കൂടെ ചേർന്നതാണ് എഗ്രിമെൻറ്റ്. അപ്പോൾ എന്താണ് ഓഫർ? അക്കോർഡിംഗ് ടു സെക്ഷൻ 2A ഓഫർ എന്താണെന്ന് പറയുന്നുണ്ട്. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ, ദാറ്റ്സ് എ ഓഫർ ഓർ പ്രപ്പോസൽ മീൻസ് ഈസ് എ പേഴ്സൺസ് വില്ലിങ്നെസ്, willingness made known to another to do or to abstain from doing. അതായത് എ പേഴ്സൺ വില്ലിങ്നെസ് മെയ്ഡ് നോൺ ടു അനദർ, അയാളുടെ സമ്മതം മറ്റേയാളെ അറിയിക്കുന്നതാണ് ഒരു കാര്യം ചെയ്യാം. ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, എനിത്തിങ് എന്തെങ്കിലും, വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ, മറ്റേയാളുടെ സമ്മതം കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, ഞാൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ കാർ ഇഷ്ടപ്പെട്ടു, അത് ഞാൻ വാങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്. ഇറ്റ്സ് ആൻ ഓഫർ. ഓക്കെ, നമ്മുടെ ഒരാൾ അയാളുടെ വില്ലിങ്നെസ്, സമ്മതം മറ്റേയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഞാനിത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാതിരിക്കാം, വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ, മറ്റേയാളുടെ സമ്മതം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, ദാറ്റ് ഈസ് സെഡ് ടു ബി ഓഫർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? ഞാൻ പറഞ്ഞല്ലോ, ഓഫറും അക്സെപ്റ്റൻസും കൂടെ ചേർന്നാലേ എന്തായി മാറത്തുള്ളൂ? എഗ്രിമെൻ്റ് ആവത്തുള്ളൂ. അക്സെപ്റ്റൻസ് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2B പറയുന്നുണ്ട്, when the person to whom the proposal is made, ആരാണോ പ്രപ്പോസൽ നടത്തുന്നത്, signifies his assent thereto, ആർക്കാണോ, to whom, ആരിലേക്കാണോ നമ്മൾ പ്രപ്പോസൽ വെക്കുന്നത്, ഈസ് മേഡ് signifies his assent thereto, അയാളുടെ സമ്മതം അതിന് നൽകിക്കഴിഞ്ഞാൽ the proposal is said to be accepted. അങ്ങനെയെങ്കിൽ ആ പ്രപ്പോസലിനെ എന്ത് വിളിക്കുന്നു? അക്സെപ്റ്റ് ചെയ്തു എന്ന് വിളിക്കുന്നു. അതായത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഇന്ന കാർ ഇത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങാം, എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീട് ഒരാൾ വിൽക്കാനിരിക്കുന്നു, ഞാൻ ഈ വീട് വാങ്ങാനായിട്ട് തയ്യാറാണ്, ഇത്ര ലക്ഷം രൂപ തരാം, ഞാൻ അത് ഓഫർ വെച്ചു. ഉടനെ അയാൾ എന്ത് ചെയ്തു? അയാൾ അത് സമ്മതമാണെന്ന് എന്നോട് പറയുന്നു. ഹി സിഗ്നിഫൈസ് ഹിസ് അസെന്റ് thereto, അതിലേക്കുള്ള സമ്മതം അയാൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഒരാളോട് പറയുന്നു, അയാൾ പറയുന്നു ശരി ഞാൻ വിൽക്കാൻ തയ്യാറാണ് എങ്കിൽ ദ പ്രപ്പോസൽ ഈസ് സെഡ് ടു ബി അക്സെപ്റ്റഡ്. അങ്ങനെയാണെങ്കിൽ ആ പ്രപ്പോസൽ എന്ത് വിളിക്കുന്നു? അക്സെപ്റ്റ് ചെയ്തു എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദസ് എഗ്രിമെൻറ്റ് ഹാസ് 3 എസെൻഷ്യൽ കണ്ടീഷൻ. ഓക്കെ, എഗ്രിമെൻറ്റ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എഗ്രിമെൻറ്റ് എത്ര വ്യക്തികളുണ്ടാവണം? 2 വ്യക്തികളുണ്ടാവണം, അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്, ഒരു ഓഫറും ഒരു ഓഫർ നടത്തുന്ന ആളും ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ആളും, ഓഫറും അക്സെപ്റ്ററും ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെ ഓഫറും ഓഫറി എന്നും പറയും. ഓക്കെ, രണ്ടാമത്തത് കോൺസെൻസസ് ആഡൈഡം ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, സമ്മതം, ഒരേപോലെയുള്ള മനസ്സ്. ഇപ്പം ഞാൻ പറയുന്നു, ഞാൻ 2 കാർ എനിക്കുണ്ട്. ഓക്കെ, ഒരു മാരുതി ഓൾട്ടോയും ഒരു സെന്നും. ഓക്കെ, ഞാൻ 50,000 രൂപയ്ക്ക് എൻ്റെ കാർ വിൽക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന മാരുതി ഓൾട്ടോ കാറാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റേ ആൾ വിചാരിക്കുന്നതാണ്, ഞാൻ പറയുന്നത് എൻ്റെ കാർ വിൽക്കാനുണ്ട് 50,000 രൂപ. മറ്റേ ആൾ വിചാരിക്കുന്നു എന്താണ്? ഓക്കെ, ഞാൻ തയ്യാറാണ്, വാങ്ങാൻ തയ്യാറാണ് 50,000 രൂപയ്ക്ക്. മറ്റേ ആളുടെ മനസ്സിൽ അത് സെന്നാണ്. ഓക്കെ, ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾട്ടോയാണ്. അപ്പം നോക്കിക്കേ, ഇവിടെ 2 പേരുടെയും മൈൻഡ് ഐഡൻറ്റിറ്റി അല്ല, ഒരേപോലെയല്ല, കോൺസെൻസസ് ആഡൈഡം അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ആ എഗ്രിമെൻറ്റ് ഫുൾഫിൽ ആകില്ല. അപ്പോൾ ആ എഗ്രിമെൻറ്റ് ഫുൾഫിൽ ആകണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാറ് അതേ വിലയ്ക്ക് അയാൾ വാങ്ങാൻ തയ്യാറായിരിക്കണം. ഓക്കെ, അയാളുടെ ചിന്ത വേറെ ആകരുത്. ഓക്കെ, ദാറ്റ്സ് സെഡ് ടു ബി കോൺസെൻസസ് ഓർ മീറ്റിംഗ് ഓഫ് മൈൻഡ് ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എഗ്രിമെൻ്റ് കണ്ടീഷൻ. തേർഡ് വൺ, പ്രോമിസ്, വാഗ്ദാനം. ദാറ്റ് മീൻസ് ആൻ എഗ്രിമെൻറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എവരി പ്രോമിസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പ്രോമിസ്, അവിടെ 2 പേരും പ്രോമിസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രോമിസ്, പരസ്പരം 2 പേരും സമ്മതിക്കണം. ഈ 3 കാര്യങ്ങൾ അടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകാൻ പറ്റൂ? നമുക്ക് ഒരു എഗ്രിമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. 2 പേരുണ്ടാകണം, അറ്റ്ലീസ്റ്റ് 2 പാർട്ടി ഉണ്ടാകണം, ഒരേ മനസ്സോടു കൂടിയായിരിക്കണം, പരസ്പര വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചിരിക്കണം, വാഗ്ദാനങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അതിനെന്തായി മാറും? എഗ്രിമെൻ്റായി മാറും. ഇനി എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആകണമെങ്കിൽ പിന്നെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താണ്? എഗ്രിമെൻറ്റിലൂടെ എന്തുണ്ടാകണം? അത് നിയമപരമായി നടപ്പിലാക്കാൻ പറ്റണം. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു ഓൾ.